നമസ്കാരം. 2024 മാർച്ച് 1, അതായത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് കൃത്യം ഒരാഴ്ച മുമ്പേ ബോളിവുഡിൽ നിന്ന് ഇന്ത്യൻ തിയേറ്ററുകളിലേക്ക് അന്നെത്തിയത് 6 സിനിമകൾ. അതിൽ അമീർ ഖാൻ നിർമ്മിച്ച് കിരൺ റാവു സംവിധാനം ചെയ്ത ലാപതാ ലേഡീസ് എന്ന സിനിമയും ഉണ്ടായിരുന്നു. ഒരുപിടി നവാഗത അഭിനേതാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഇന്ത്യൻ ഗ്രാമീണ പശ്ചാത്തലത്തിൽ കഥ പറഞ്ഞൊരു കൊച്ചു ചിത്രം. ബിപ്ലവ് ഗോസ്വാമിയുടെ ചെറുകഥയെ ആധാരമാക്കിയായിരുന്നു കിരൺ റാവു ഈ സിനിമ ഒരുക്കിയത്. ഒരു സർപ്രൈസ് ഹിറ്റ് പ്രതീക്ഷിച്ച അണിയറ പ്രവർത്തകർക്കെന്നാൽ നിരാശയായിരുന്നു ഫലം. തിയേറ്ററിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. സിനിമയുടെ പേര് പോലെ തന്നെ കാണാതായ പെണ്ണുങ്ങൾ കാണാൻ തിയേറ്ററിലേക്കും ആരും എത്തിയില്ല. അനിമൽ പോലെ പൂർണ്ണമായ സ്ത്രീ വിരുദ്ധത സമ്മാനിക്കുന്ന മാസ് മസാലകൾ കാണാൻ തിക്കിത്തിരക്കുന്ന തിയേറ്ററുകളിൽ സ്ത്രീപക്ഷം സംസാരിക്കുന്ന ലാപതാ ലേഡീസ് തേടി ആരും എത്തിയില്ല. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പില്ലെന്ന് വിചാരിച്ച് അഭിനേതാക്കളും അണിയറ പ്രവർത്തകരുമെല്ലാം അടുത്ത ദൂരങ്ങളിലേക്ക് യാത്ര തുടങ്ങി. മാർച്ച് കൊഴിഞ്ഞു. ഏപ്രിലും ആഘോഷങ്ങളും ആരവങ്ങളുമായി തിരശീല താഴ്ത്താൻ ഒരുങ്ങി. ഏപ്രിൽ 26 തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമ OTTയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇറങ്ങി വന്നു. പുഷ്ബാക്ക് സീറ്റുകളുടെയും ശീതീകരിച്ച തിയേറ്റർ തണുപ്പിന്റെയും ഡോൾബി ശബ്ദ സംവിധാനത്തിന്റെയും ഒന്നും മികവുകളില്ലാതെ ഇന്ത്യയിലെ വീട്ടകങ്ങളിൽ ഇരുന്ന് മൊബൈലിന്റെ കുഞ്ഞു സ്ക്രീനിലും ടെലിവിഷനിലും ലാപതാ ലേഡീസ് ആരംഭിച്ചു. വീണിടത്ത് നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഇന്ത്യൻ സിനിമയുടെ ആകാശത്തിലേക്ക് ലാപതാ ലേഡീസ് ഉയർന്നു പറക്കുന്ന കാഴ്ചയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത്. അതിവേഗം OTTയിൽ ഹിറ്റായി മാറിയ സിനിമയെ പ്രകീർത്തിച്ച് പ്രശസ്തരും അപ്രശസ്തരുമായ നിരവധി പേർ രംഗത്തെത്തി. ഇന്ത്യൻ സിനിമയിലെ സ്ത്രീ മുന്നേറ്റങ്ങളിൽ തിളക്കമുള്ളൊരേടായി ലാപതാ ലേഡീസിന്റെ പേരും എഴുതി ചേർക്കപ്പെട്ടു.